തിരഞ്ഞെടുപ്പ് കാലത്തെ ആവേശത്തിൽ കോൺഗ്രസ് കേരളത്തിന് നൽകിയ ഏറ്റവും വലിയ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര. അതിനൊരു പേരും അവർ ഇട്ടു, പ്രിയദർശിനി. തിരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ. പ്രത്യേകിച്ച് ജനങ്ങൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന ആ വാഗ്ദാനം അത് പാലിക്കാൻ അവർ നിർബന്ധിതരായി. പിന്നീട് നമ്മൾ കണ്ടത് എന്താണ്? നാടാകെ പ്രിയദർശിനി എന്ന ആവേശമായിരുന്നു. ഗംഭീരമായ ഉദ്ഘാടനങ്ങൾ, വലിയ പ്രഖ്യാപനങ്ങൾ, പോസ്റ്ററുകൾ, സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ, അങ്ങനെ വലിയൊരു ആഘോഷമായി തന്നെ അവർ അത് കൊണ്ടു നടന്നു. അങ്ങനെ കഴിഞ്ഞ മാസമാണ് ആ സൗജന്യ യാത്രയുടെ ആരംഭവും കുറിച്ചത്. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര എന്ന പ്രഖ്യാപനം നടപ്പിലായി. പക്ഷേ ആ വലിയ ആഘോഷങ്ങൾക്കിടയിൽ ആരും ശ്രദ്ധിക്കാതെ പോയ ചില ചോദ്യങ്ങളുണ്ട്. പ്രിയദർശിനി സർവീസ് തുടങ്ങി കൃത്യം ഒരു മാസം പിന്നിടുമ്പോൾ KSRTCയുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വലിയ പേരും പകിട്ടും പറഞ്ഞു തുടങ്ങിയ ആ പദ്ധതി ഇന്ന് KSRTCയുടെ നട്ടെല്ലൊടിക്കുകയാണോ? ഒരു വശത്ത് കോൺഗ്രസ് സർക്കാർ വലിയ നേട്ടമായി ഇതിനെ കൊട്ടിഘോഷിക്കുമ്പോൾ, മറുവശത്ത് ഈ സ്ഥാപനത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭയാനകമായ സാമ്പത്തിക തകർച്ചയുടെ ബാക്കി പത്രങ്ങൾ എന്തൊക്കെയാണ്? തിരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ വേണ്ടി നൽകിയ വാഗ്ദാനം പാലിക്കാൻ നിർബന്ധിതരായപ്പോൾ ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ തന്നെ കുരുതി കൊടുക്കുകയാണോ നമ്മൾ കാണുന്നത്? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ ജൂൺ മാസത്തിൽ തുടങ്ങിയ ആ പ്രിയദർശിനി പ്രഹസനത്തിന്റെ ഒരു മാസത്തെ ബാക്കി പത്രവും അതിനു പിന്നിൽ KSRTCയും അതിന്റെ ജീവനക്കാരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യഥാർത്ഥ പ്രതിസന്ധികളെ കുറിച്ചുമാണ്. ഈ സൗജന്യത്തിന്റെ യഥാർത്ഥ വില ആര് കൊടുക്കുന്നു? നമുക്കൊന്ന് പരിശോധിക്കാം. പ്രിയദർശിനി സൗജന്യ യാത്ര തുടങ്ങിയിട്ട് കൃത്യം ഒരു മാസം പിന്നിട്ടിരിക്കുന്നു. ഈ ആഘോഷങ്ങൾക്കും ഉദ്ഘാടനങ്ങൾക്കും അപ്പുറം KSRTC എന്ന നമ്മുടെ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? സാധാരണ ഡ്യൂട്ടി കഴിഞ്ഞാൽ ഉടൻ തന്നെ ജീവനക്കാർക്ക് നൽകിയിരുന്ന ഇൻസെന്റീവ് ബാറ്റയും ഡ്യൂട്ടി ബാറ്റയും എല്ലാം ഇപ്പോൾ അനിശ്ചിതമായി മുടങ്ങിയിരിക്കുകയാണ്. പണമില്ല, ഖജനാവ് കാലിയാണ് എന്ന പതിവ് പല്ലവി തന്നെയാണ് ഇവിടെയും മുഴങ്ങുന്നത്. ഒരു ദിവസം ഈ ബാറ്റകളും മറ്റ് ആനുകൂല്യങ്ങളും നൽകാൻ മാത്രം ഏകദേശം 25 ലക്ഷത്തോളം രൂപയാണ് KSRTCക്ക് വേണ്ടി വരുന്നത്. ഈ പണം കണ്ടെത്താൻ കഴിയാതെ സ്ഥാപനം നട്ടം തിരിയുകയാണ്. ഇൻസെന്റീവ് ബാറ്റയും ഡ്യൂട്ടി സെന്ററും നൽകാൻ 25 ലക്ഷത്തോളം രൂപ KSRTCക്ക് വേണ്ടി വരും. ദിനംപ്രതി ശരാശരി 7 കോടി രൂപ വരുമാനം ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ ശരാശരി 3 കോടിയാണ് വരവ്. ഇതോടെ ഇന്ധനം വാങ്ങുന്നതിന് പോലും പണമില്ലാതായി. സൗജന്യ യാത്ര നടപ്പിലാക്കിയതോടെ ദിനംപ്രതി 35 ലക്ഷം പേർ KSRTCയിൽ യാത്ര ചെയ്യുന്നുണ്ട്. മുമ്പ് ഇത് 22 ലക്ഷം യാത്രക്കാരായിരുന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം. ഏറ്റവും ഗൗരവകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതോടെ വരുമാനത്തിൽ വന്നിരിക്കുന്ന ഭീമമായ കുറവാണ്. ദിനം പ്രതി ശരാശരി 7 കോടി രൂപയോളം വരുമാനം ലഭിച്ചിരുന്ന സ്ഥാനത്ത് വരുമാനം വൻതോതിൽ ഇടിഞ്ഞിരിക്കുന്നു. KSRTCയുടെ നട്ടെൽ എന്ന് പറയുന്ന ടിക്കറ്റ് വരുമാനം തന്നെ പകുതിയായി കുറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഈ സ്ഥാപനം ശമ്പളം നൽകുന്നത്? എങ്ങനെയാണ് ബസ്സുകൾ ഓടിക്കുന്നത്? ഇന്ന് സ്ഥിരം ജീവനക്കാരുടെ ശമ്പളം പോലും കൃത്യസമയത്ത് ലഭിക്കുന്നില്ല എന്നത് ആരും നിസ്സാരമായി കാണരുത്. ഒരു പണിയെടുക്കുന്നവന്റെ കൂലി നിഷേധിച്ചുകൊണ്ട് നടത്തുന്ന ഏത് സൗജന്യ പദ്ധതിയായാലും അത് ഒരു വലിയ ദുരന്തത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇതൊക്കെ നടക്കുമ്പോൾ പ്രിയദർശിനി എന്ന് പേരിട്ട് വിളിച്ച് കൈയടിച്ചവർ ഇന്ന് എവിടെയാണ്? വരുമാനമില്ലാതെ വണ്ടികൾ കട്ടപ്പുറത്താകുമ്പോൾ, ജീവനക്കാരുടെ അന്നം മുടങ്ങുമ്പോൾ അന്നും ഈ സൗജന്യ പദ്ധതിയെ ഇത്രത്തോളം ന്യായീകരിക്കാൻ അവർക്ക് കഴിയുമോ? വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി നടത്തിയ ഒരു രാഷ്ട്രീയ കളിയിൽ ഇത്രയും വലിയൊരു പൊതുമേഖലാ സ്ഥാപനത്തെയാണ് കോൺഗ്രസ് സർക്കാർ ഇന്ന് പണയം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിന്റെ ബാക്കി പത്രം എന്താണെന്ന് കൂടി നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഇനി ഇതിലും വലിയൊരു തമാശയുണ്ട് കേട്ടോ. സൗജന്യ യാത്ര നടത്തിയതിന്റെ വകയിൽ KSRTCക്ക് നഷ്ടപ്പെട്ട തുക ധനവകുപ്പ് വഴി തിരിച്ചു നൽകുമെന്നാണ് വാദം. അതായത് ഖജനാവ് കാലിയാണെന്ന് പറഞ്ഞവർ തന്നെ ഇല്ലാത്ത പണം എങ്ങനെയോ ഒപ്പിച്ച് നൽകുമെന്ന്. പക്ഷേ ഇവിടെയാണ് വലിയൊരു ട്വിസ്റ്റ് ഒളിഞ്ഞിരിക്കുന്നത്. ഈ തുക KSRTCക്ക് ലഭ്യമാക്കാൻ സർക്കാർ കൺസോർഷ്യം വഴി വായ്പ എടുക്കാനാണ് തീരുമാനം. ഇനി ശ്രദ്ധിക്കുക, ഈ വായ്പ എടുത്ത് നൽകുന്ന പണത്തിന് പലിശ നൽകേണ്ടത് ആരാണെന്നോ? അത് KSRTC തന്നെ. അപ്പോൾ നോക്കൂ, സൗജന്യ യാത്ര നടത്തി വരുമാനം പോയത് ഒരു വശത്ത്, വായ്പ എടുത്ത് അതിന് പലിശ കൊടുക്കേണ്ടത് KSRTC മറുവശത്ത്. ഇതിനെയാണോ സർക്കാർ സൗജന്യ യാത്ര എന്ന് വിളിക്കുന്നത്? ഇത്രയും കനത്ത സാമ്പത്തിക ബാധ്യതയിലേക്ക് KSRTCയെ തള്ളിയിട്ട് ഈ സ്ഥാപനം എങ്ങനെ ഭാവിയിൽ കരകയറും? അതുമാത്രമല്ല, ഈ വിഷയത്തിൽ
മുഖ്യമന്ത്രിയുടെ മറ്റൊരു കർശന നിർദ്ദേശം കൂടി പുറത്തു വന്നിട്ടുണ്ട്. KSRTCയുടെ ഈ നഷ്ടക്കണക്കുകൾ ഒന്നും പുറത്തു വിടരുത് എന്ന്. എന്തിനായിരിക്കും ഈ ഒളിച്ചുകളി? ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കണക്കുകൾ പൂഴ്ത്തിവെക്കുന്നത്? സർക്കാർ ഇതിനെ ഒരു മഹാവിജയമായി കൊട്ടിഘോഷിക്കുമ്പോഴും ഉള്ളിലെ ആത്മവിശ്വാസമില്ലായ്മയാണ് ഇത്തരം നിർദ്ദേശങ്ങളിലൂടെ പുറത്തു വരുന്നത്. കണക്കുകൾ പുറത്തുവിട്ടാൽ പ്രിയദർശിനിയുടെ പൊള്ളത്തരം ജനങ്ങൾ തിരിച്ചറിയുമെന്ന് അവർ ഭയക്കുന്നുണ്ടാവാം. ടിക്കറ്റ് നിരക്കിന്റെ തുക കൺസോർഷ്യം മുഖേന നൽകുമെന്ന് പറയുമ്പോൾ അത് KSRTCയെ വീണ്ടും കടക്കെണിയിലാക്കുകയാണ് ചെയ്യുക. ഇന്ന് സൗജന്യ യാത്രയ്ക്ക് കൈയടിക്കുന്ന പലരും നാളെ KSRTC പൂർണ്ണമായും പൂട്ടിക്കെട്ടുമ്പോൾ ആരെയാണ് കുറ്റപ്പെടുത്തുക? അന്ന് ഈ പലിശ ബാധ്യതകൾ ആര് തീർക്കും? രാഷ്ട്രീയം കളിക്കേണ്ടത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടല്ല, മറിച്ച് വികസനം കൊണ്ടാണ്. പക്ഷെ ഇവിടെ നടക്കുന്നത് വോട്ട് ബാങ്ക് നിലനിർത്താൻ വേണ്ടി ഒരു സ്ഥാപനത്തെ ഒന്നടങ്കം തകർക്കുന്ന പരിപാടിയാണ്. ഈ കണക്കുകൾ ഒളിച്ചു വെക്കുന്നതിലൂടെ നിങ്ങൾ ആരെയാണ് പറ്റിക്കുന്നത്? ജനങ്ങളെയോ അതോ സ്വന്തം മനസാക്ഷിയെയോ? KSRTCയുടെ നഷ്ടം നികത്താൻ നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി CP ജോൺ പറയുന്ന മാസ്റ്റർ പ്ലാൻ കേട്ടോ നിങ്ങൾ? ബസ്സുകളിൽ പരസ്യം പതിച്ച് വരുമാനം വർദ്ധിപ്പിക്കുമത്രേ. കേൾക്കുമ്പോൾ വലിയൊരു പദ്ധതിയാണെന്ന് തോന്നും. പക്ഷെ യാഥാർത്ഥ്യം എന്താണ്? പരസ്യം നൽകാൻ ആഗ്രഹിച്ച കമ്പനികളൊക്കെ ഇപ്പോൾ വലിയ വിമുഖതയാണ് പ്രകടിപ്പിക്കുന്നത്. എന്താണല്ലേ? KSRTC ബസ്സുകളിൽ പരസ്യം പതിച്ചാൽ പരമാവധി 1-2 ദിവസം മാത്രമേ അത് ബസ്സിൽ കാണുകയുള്ളൂ. ബസ്സിന്റെ അവസ്ഥയോ മിക്കപ്പോഴും പരസ്യങ്ങൾ നശിപ്പിച്ച നിലയിലാണ് കാണപ്പെടുന്നത്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു കമ്പനി അവരുടെ പണം മുടക്കി പരസ്യം നൽകാൻ തയ്യാറാകുമോ? മന്ത്രിയുടെ ഈ പരസ്യം പതിക്കൽ പദ്ധതിയും പാതിവഴിയിൽ തകരാനാണ് സാധ്യത എന്ന് ഇപ്പോൾ തന്നെ വ്യക്തമാണ്. കൃത്യമായ പരിപാലനമോ സുരക്ഷയോ ഇല്ലാത്ത ബസ്സുകളിൽ പരസ്യം നൽകാൻ കമ്പനികൾ മടിക്കുകയാണ്. മന്ത്രിയുടെ പദ്ധതി കേൾക്കുമ്പോൾ തോന്നുന്നത് നഷ്ടം നികത്താൻ വഴിയൊന്നുമില്ലാതെ വരുമ്പോൾ തോന്നുന്ന ആ ഒരു നിസ്സഹായതയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. KSRTCയുടെ മെയിൻ്റെനൻസും വൃത്തിയും ശരിയാകാതെ വെറുതെ പരസ്യമൊട്ടിച്ചാൽ പണം വരുമെന്ന് കരുതുന്നത് എത്രത്തോളം വിഡിത്തമാണ്. വരുമാനമുണ്ടാക്കാൻ പുതിയ വഴികൾ കണ്ടെത്തുന്നതിനു പകരം ഉള്ള സംവിധാനങ്ങളെ പോലും പരിപാലിക്കാൻ കഴിയാത്ത അവസ്ഥ. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ KSRTCയുടെ അവസ്ഥ എന്താകും? ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു പൊതുഗതാഗത സംവിധാനത്തെ നന്നാക്കാൻ കഴിയാതെ പരസ്യങ്ങളുടെ പുറകെ പോകുന്ന ഈ നടപടി ഒരു വലിയ പരാജയമായി മാറില്ലേ? ഇതൊക്കെ വെറും താൽക്കാലിക തട്ടിക്കൂട്ടലുകൾ മാത്രമാണ്. KSRTCയെ കരകയറ്റാൻ ഇതിലും ഗൗരവകരമായ പ്ലാനുകൾ ആവശ്യമാണ്. അല്ലാതെ ബസ്സിൽ പരസ്യമൊട്ടിക്കുന്ന പരിപാടിയല്ല. ഇനി ഒന്ന് പറയട്ടെ, സൗജന്യം നൽകുന്നത് നല്ലതാണ്. പക്ഷേ അത് സ്ഥാപനത്തിന്റെ ശവക്കുഴി തോണ്ടിക്കൊണ്ടാകരുത്. ഇന്നൊരു മാസം പിന്നിടുമ്പോൾ കണക്കുകൾ വ്യക്തമാണ്. KSRTC തകർച്ചയുടെ വക്കിലാണ്. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ മുടങ്ങുന്നു, വരുമാനം ഇടിയുന്നു, പരസ്യങ്ങൾ പോലുമുള്ള തട്ടിക്കൂട്ടൽ പദ്ധതികൾ പരാജയപ്പെടുന്നു. ഇതൊരു രാഷ്ട്രീയ വിജയമായി സർക്കാർ കൊട്ടിഘോഷിക്കുമ്പോഴും സാധാരണക്കാരനായ ജനങ്ങൾ ചിന്തിക്കേണ്ടത് ഈ സ്ഥാപനം നാളെ ഉണ്ടാകുമോ എന്നതാണ്. വോട്ട് ബാങ്ക് തന്ത്രങ്ങൾക്ക് വേണ്ടി ഒരു തലമുറയെ സേവിച്ച പൊതുമേഖലാ സ്ഥാപനത്തെ തകർക്കരുത് എന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇനി സ്വകാര്യ ബസ്സുകളുടെ കാര്യം നോക്കൂ. അവരും കഷ്ടത്തിലാണ്. യാത്രക്കാർ മുഴുവൻ KSRTCയിലേക്ക് മാറുമ്പോൾ അവരുടെയും വരുമാനം നിലയ്ക്കുന്നു. ഈ പദ്ധതി ആർക്കാണ് ഗുണം ചെയ്തത്? ശരിക്കും അർഹരായവർക്ക്, അതായത് പാവപ്പെട്ട സ്ത്രീകൾക്ക് ഇത് ഗുണം ചെയ്യുന്നുണ്ടോ? അതോ ടിക്കറ്റ് എടുക്കാൻ ശേഷിയുള്ളവർ പോലും സൗജന്യം എന്ന പേരിൽ KSRTCയെ ആശ്രയിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അർഹരായവർക്ക് പോലും ബസ്സിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണോ? ഒട്ടുമിക്ക സ്ത്രീകളും തന്നെ പറയുന്നത് ഇത് എല്ലാവർക്കും വേണ്ട, അർഹരായവർക്ക് മാത്രം മതി എന്നാണ്. ആ തിരിച്ചറിവ് ഭരണാധികാരികൾക്കില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? ഖജനാവ് കാലിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി മാത്രമേ കാണാൻ കഴിയുമെന്നത് തീർച്ചയാണ്. KSRTCയെ കരകയറ്റാൻ പാടുപെടുന്ന ജീവനക്കാരുടെ കണ്ണീറൊപ്പാൻ ആരുമില്ലേ? അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? KSRTC രക്ഷപ്പെടുമോ അതോ ഈ സൗജന്യ യാത്ര വലിയൊരു വിനയാകുമോ? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.